ഹായ് ഹലോ വെൽക്കം ടു ദ ചാനൽ. ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് ഞങ്ങൾ എത്തിയത് ഇല്ലിക്കക്കല്ലിലേക്കായിരുന്നു കേട്ടോ. അവിടെ നിന്ന് സ്കൂട്ടറിനുള്ള പാർക്കിംഗ് ഫീയും ഞങ്ങൾക്ക് ജീപ്പിനുള്ള പാസും എടുത്ത് ജീപ്പിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ പാസ് തന്നെ നമുക്ക് റിട്ടേണും ഇൻക്ലൂഡ് ആണ് കേട്ടോ. നമുക്ക് നടന്ന് വേണമെങ്കിലും മുകളിലേക്ക് എത്താവേ. വളഞ്ഞു പുളഞ്ഞുള്ള റോഡിലൂടെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ ജീപ്പ് വരുള്ളൂ, ബാക്കി നമ്മൾ ഇവിടുന്ന് നടന്ന് തന്നെ കയറണം കേട്ടോ. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ബബിൾസ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാത്തതിൽ ലച്ചുട്ടൻ കട്ട കലിപ്പിലായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് കുരിപ്പ് സമ്മതിക്കൂല. അവസാനം ലച്ചൂട്ടൻ്റെ വാച്ച് തന്നെ ജയിച്ചു. ലച്ചൂട്ടൻ്റെ ഭാഷയിലെ ഫുയായായം വാങ്ങി കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരത്തിലേക്ക് ഞങ്ങൾ നടന്നു തുടങ്ങിട്ടോ. നിന്ന് ഇരുന്നും പ്രകൃതി സൗന്ദര്യം അങ്ങ് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു നഗ്നസത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. നമ്മൾ കാണാൻ വന്ന ഇല്ലിക്കക്കല്ല് കോട വന്ന് മറഞ്ഞു പോയി ഗൈസ്. എന്തായാലും മുകളിൽ കയറി നോക്കാമെന്ന് വിചാരിച്ച് ഞാനും ലച്ചൂട്ടിന് മുകളിലായിട്ട് നടന്നു കയറിട്ടോ. ആദ്യം നടന്ന ഉത്സാഹമൊന്നും ലച്ചൂട്ടിന് പിന്നെ ഉണ്ടായിരുന്നില്ല. ആൾ നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പടിക്കെട്ടുകളൊക്കെ ഉണ്ടാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കിയതായിരുന്നു ഈ ഏരിയ. പക്ഷെ നല്ല ഫോഴ്സിൽ മഴവെള്ളം ഇങ്ങ് ഒഴുകി വന്നപ്പോൾ ആ വന്ന വരവിൽ സ്റ്റെപ്സും കൂടി അങ്ങ് കൊണ്ടുപോയി. ഇപ്പം അവിടെ ഇവിടെയായിട്ട് സ്റ്റെപ്സിൻ്റെ കുറച്ച് പാർട്സ് മാത്രം നമുക്ക് കാണാം കേട്ടോ. മലകയറ്റം ഒന്ന് ഉഷാറാക്കാൻ ഏട്ടൻ്റെ വക പണ്ട് ഈ വേലിക്കെട്ടിലൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്നപ്പോഴുള്ള സാഹസിക യാത്രയുടെ വിവരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. തള്ളാണെങ്കിലും കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോട മുഴുവനായിട്ട് മാറിയില്ലെങ്കിലും ഇവിടുത്തെ ഹൈലൈറ്റ്സ് ആയ 3 പാറക്കൂട്ടങ്ങൾ ചേർന്നുണ്ടായ ഇല്ലിക്കക്കല്ല് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ഉയരമുള്ളത് കൂടക്കല്ല്, സർപ്പാകൃതിയിൽ കാണുന്നത് കൂനൻകല്ല്. ഇവയ്ക്കിടയിലായി 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട് കേട്ടോ. നരകപ്പാലം എന്നാണ് അതിനെ വിളിക്കുന്നത്. മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ ഇവിടം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിലാണുള്ളത് കേട്ടോ. മഴയത്ത് മഞ്ഞത്തൊക്കെ ഒരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ എന്ത് വൈബാലയുള്ളേ. ഞങ്ങൾ തിരിച്ചിറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ വന്ന ജീപ്പിൽ തന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങി. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.